ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹൈ ഹോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. ആദ്യം നമുക്ക് എന്താണ് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് നോക്കാം. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്ലസ് ഹോർമോൺ പ്രൊഡ്യൂസിങ് സെൽസ് ഓർ ടിഷ്യൂസ്. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഹോർമോൺ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസും ചേർന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്? എ ഗ്രൂപ്പ് ഓഫ് ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് ദാറ്റ് റെഗുലേറ്റ് ബോഡി പ്രോസസ്സസ് ബൈ സെക്രീറ്റിംഗ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് ആണ്. അവർക്ക് ഡക്റ്റ് ഇല്ല. ഇനി അവരെന്ത് ചെയ്യുന്നു? അവർ നമ്മുടെ ബോഡി പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? ബൈ സെക്രീറ്റിംഗ് ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷനാണ് ഹോർമോൺസ്. അപ്പോൾ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് മാത്രമാണോ? അല്ല. കാരണം കിഡ്നി, ഹാർട്ട്, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് തുടങ്ങിയ ഓർഗൻസും ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഹോർമോൺ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള എല്ലാ സെൽസും ടിഷ്യൂസും ചേർന്നതാണ് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുമ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് മാത്രമല്ല പഠിക്കുന്നത്, ഹോർമോൺ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സെൽസിനെയും ടിഷ്യൂസിനെയും കൂടെ പഠിക്കും. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിൽ പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പിറ്റ്യൂട്ടറി, സെക്കൻഡ് പീനിയൽ, തേർഡ് തൈറോയിഡ്, ഫോർത്ത് പാരാതൈറോയിഡ്, ഫിഫ്ത്ത് തൈമസ്, സിക്സ്ത് പാൻക്രിയാസ്, സെവൻത്ത് അഡ്രിനാൽ ആൻഡ് എയ്ത്ത് ഗൊണാഡ്സ്. ഇപ്പോൾ ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസും ഫീമെയിലാണെങ്കിൽ ഓവറിയുമാണ്. ഇപ്പോൾ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഫോർ ബ്രെയിൻ്റെ ഏകദേശം ഡോർസൽ റീജിയനിലായിട്ട് നമുക്ക് പീനിയൽ ഗ്ലാൻഡ് കാണാം. ഇനി നോക്കിക്കേ, ഫോർ ബ്രെയിൻ്റെ ബേസൽ പാർട്ടിലായിട്ട് ഹൈപ്പോ തലാമസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്ലാൻഡ്സ് പറഞ്ഞപ്പോൾ ഹൈപ്പോ തലാമസ് പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഹൈപ്പോ തലാമസ് ഇൻക്ലൂഡഡ് ആണ്. കാരണം ഹൈപ്പോ തലാമസ് ആണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ നെർവസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നതും ഹൈപ്പോ തലാമസ് ആണ്. സോ അതിന് ഇമ്പോർട്ടൻറ്റ് റോള് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉണ്ട്. ഹൈപ്പോ തലാമസിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പിറ്റ്യൂട്ടറി കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ട്രക്കിയയുടെ രണ്ട് സൈഡിലുമായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രസൻ്റ് ആണ്. ഹാർട്ടിൻ്റെ ഡോർസൽ റീജിയണിൽ തൈമസ് ഗ്ലാൻഡ് കാണാം. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിന് ബാക്ക് സൈഡായിട്ട് പാൻക്രിയാസ് ഉണ്ട്. നമ്മുടെ കിഡ്നിയുടെ രണ്ട് കിഡ്നിയുടെയും ടോപ്പിലായിട്ട് അഡ്രിനാൽ ഗ്ലാൻഡ് കാണാം. പിന്നെ അബ്ഡോമിന് വെളിയിലായിട്ട് ടെസ്റ്റിസ് കാണാം. ഫീമെയിൽസിലാണെങ്കിൽ ഓവറീസും കാണാം. ഓക്കെ, ഇനി നമുക്ക് ഹൈപ്പോ തലാമസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദി ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലൻ ഫോർ ബ്രെയിൻ. ഡയൻസെഫലിൻ്റെ ബേസൽ പാർട്ടിലാണ് ഹൈപ്പോ തലാമസ് കാണുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോ സെക്രിട്ടറി സെൽസ് കോൾഡ് ന്യൂക്ലിയൈ. ഓക്കെ, അപ്പോൾ ഹൈപ്പോ തലാമസിൽ ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോ സെക്രിട്ടറി സെൽസ് കാണാൻ സാധിക്കും. ന്യൂറോ സെക്രിട്ടറി സെൽസ് പ്രസൻ്റ് ആണ്. ഈ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയൈ. ഈ ന്യൂക്ലിയൈ ആണ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പോ തലാമസും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സെല്ലാണ് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നത്. ഇനി ഹൈപ്പോ തലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ദേ ആർ റിലീസിങ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ഓക്കെ, ഇനി റിലീസിങ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ദേ സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് എ പിറ്റ്യൂട്ടറി ഹോർമോൺ. ഹൈപ്പോ തലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിലീസിങ് ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്താണ്? അവർ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസാണ്. അതായത് ഹൈപ്പോ തലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ദേ ഇൻഹിബിറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. അവർ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹൈപ്പോ തലാമിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് റിലീസിങ് ഹോർമോൺ ആണെങ്കിൽ അവർ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആണെങ്കിൽ
അവർ പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിലീസിങ് ഹോർമോണിന് എക്സാമ്പിളാണ് നമ്മുടെ GnRH, അതായത് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. അപ്പോൾ ഈ GnRH അതൊരു റിലീസിങ് ഹോർമോണാണ്. അതെന്ത് ചെയ്യും? അവർ പിറ്റ്യൂട്ടറിയിലെ ഗൊണാഡോട്രോഫിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ സിന്തസിസിനെയും അതുപോലെ റിലീസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. ഇനി ഇൻഹിബിറ്റിംഗ് ഹോർമോണിന് എക്സാമ്പിളാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഓക്കെ, അപ്പോൾ സൊമാറ്റോസ്റ്റാറ്റിൻ ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്. അത് പിറ്റ്യൂട്ടറി ഹോർമോണായ ഗ്രോത്ത് ഹോർമോണിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, GnRH stimulate the pituitary synthesis and release of gonadotropin, and somatostatin inhibits the release of growth hormone from the pituitary. അതായത് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ 2 കാറ്റഗറീസ് ആണ്, റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും. റിലീസിങ് ഹോർമോൺ ആണെങ്കിൽ അവർ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണെങ്കിൽ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതിന് 2 എക്സാമ്പിളും പറഞ്ഞു. ഇനി ഹൈപ്പോതലാമിക് ഹോർമോൺസ് റീച്ച് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ത്രൂ എ പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് റെഗുലേറ്റ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്ക് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും 2ആയിട്ട് തിരിക്കാം. അത് നമ്മൾ പിറ്റ്യൂട്ടറി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് ഹൈപ്പോതലാമിക് ഹോർമോൺ എത്തുന്നത് ഒരു പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ്. ഓക്കെ, അപ്പോൾ പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴി ഹൈപ്പോതലാമിക് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തുകയും ഈ ഹൈപ്പോതലാമിക് ഹോർമോൺ പിറ്റ്യൂട്ടറിയെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പക്ഷെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിൻ്റെ ഡയറക്റ്റ് റെഗുലേഷനിലാണ്. അതായത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ ഹൈപ്പോതലാമിക് ഹോർമോൺ റെഗുലേറ്റ് ചെയ്യുന്നത് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ്. പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയായിട്ടാണ് ഈ ഹൈപ്പോതലാമിക് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തുന്നത്. പക്ഷെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഡയറക്റ്റ് ആയിട്ട് ഹൈപ്പോതലാമിക് ഹോർമോൺ എത്തുകയും അതുകൊണ്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസിൻ്റെ ഡയറക്റ്റ് റെഗുലേഷനിൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റി പഠിക്കാം. പിറ്റ്യൂട്ടറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബോണി ക്യാവിറ്റിയിലാണ്. നമുക്ക് അറിയാം ഹൈപ്പോതലാമസിന് തൊട്ട് താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി കാണപ്പെടുന്നത്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോണി ക്യാവിറ്റിയിലാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെല്ല ടർസിക്ക. ഓക്കെ, സെല്ല ടർസിക്ക. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഹൈപ്പോതലാമസ് ബൈ എ സ്റ്റോക്ക്. നമുക്കറിയാം ഹൈപ്പോതലാമസിന് തൊട്ട് താഴെയാണ് പിറ്റ്യൂട്ടറി കാണപ്പെടുന്നത്. ഈ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റോക്ക് വഴിയായിട്ടാണ്. നിങ്ങളിവിടെ കാണുന്ന ഈ റീജിയനാണ് ഹൈപ്പോതലാമസ്, ഇതാണ് നമ്മുടെ പിറ്റ്യൂട്ടറി. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് കാണാം? നമുക്കൊരു സ്റ്റോക്ക് പ്രസൻ്റ് ആണ്. ഓക്കെ, ഇനി അനാറ്റമിക്കലി നമുക്ക് പിറ്റ്യൂട്ടറിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഫസ്റ്റ് വൺ അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് സെക്കൻഡ് വൺ ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഓക്കെ, അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസും. ഇനി അഡിനോ ഹൈപ്പോഫൈസിസിൽ 2 റീജിയനാണ് ഉള്ളത്. ഓക്കെ, അതാണ് പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇൻ്റർമീഡിയയും. അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞ ഭാഗം വീണ്ടും 2ആയിട്ട് നമുക്ക് കാണാം. അതാണ് പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇൻ്റർമീഡിയയും. ന്യൂറോ ഹൈപ്പോഫൈസിസിന് വിളിക്കുന്ന വേറൊരു പേരാണ് പാർസ് നെർവോസ. ഓക്കെ, ഇനി പാർസ് ഡിസ്റ്റാലിസിന് നമ്മൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും പാർസ് നെർവോസയെ നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും വിളിക്കും. ഓക്കെ ആണല്ലോ. അനാറ്റമിക്കലി നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നും. ഇനി അഡിനോ ഹൈപ്പോഫൈസിസിൽ 2 പോർഷൻ ഉണ്ട്, പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇൻ്റർമീഡിയയും. പാർസ് ഡിസ്റ്റാലിസിനാണ് നമ്മൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും പാർസ് നെർവോസയ്ക്കാണ് നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും വിളിക്കുന്നത്. ഓക്കെ,
ഇനി ഈ ഓരോ പോർഷനും റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർസ് ഡിസ്റ്റാലിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഫസ്റ്റ് വൺ ഗ്രോത്ത് ഹോർമോൺ ഓർ GH, സെക്കൻഡ് പ്രോലാക്റ്റിൻ ഓർ PRL, തേർഡ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ TSH, ഫോർത്ത് അഡ്രിനോകോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺ ഓർ ACTH, ഫിഫ്ത്ത് ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ ഓർ LH, ആൻഡ് ദ ലാസ്റ്റ് വൺ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ FSH. ഇത്രയാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്. ഇനി പാർസ് ഇൻ്റർമീഡിയ സെക്രീറ്റ് ചെയ്യുന്നത് ഒരേ ഒരു ഹോർമോണേ ഉള്ളൂ. അതാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ MSH. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ കാണാം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ താഴെ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്ന 2 ഹോർമോണ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. പക്ഷേ അത് ആക്ച്വലി സിന്തസൈസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ഓക്സിറ്റോസിനും വാസോപ്രസിനും എന്ന് പറയുന്ന 2 ഹോർമോണ് സിന്തസൈസ് ചെയ്തത് ഹൈപ്പോതലാമസ് ആണ്. പക്ഷേ ആ 2 ഹോർമോണും സ്റ്റോർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഓക്കെ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവരുടെ സ്റ്റോറിങ്ങും റിലീസിങ്ങും മാത്രമാണ്. പക്ഷെ സിന്തസൈസ് ചെയ്യുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഓരോ ഹോർമോണും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനും നോക്കാവേ. ഫസ്റ്റ് വൺ GH ഓർ ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ നമുക്കറിയാം ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ഇനി ഗ്രോത്ത് ഹോർമോണിൻ്റെ ഓവർ സെക്രീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ജൈജാൻറ്റിസം എന്ന ഡിസീസിലേക്ക് നയിക്കും. അതായത് അബ്നോർമൽ ബോഡി ഗ്രോത്ത് ആണ് ജൈജാൻറ്റിസം. ഓക്കെ, ഇനി ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവല് താഴ്ന്നു പോയെങ്കിലോ, അതായത് ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകുക. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്വാർഫിസം. ഓക്കെ, ഇനി സെക്കൻഡ് ഹോർമോൺ പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിൻ റെഗുലേറ്റ് മാമറി ഗ്ലാൻഡ് ഗ്രോത്ത് ആൻഡ് മിൽക്ക് ഫോർമേഷൻ. ഇപ്പോൾ പ്രോലാക്റ്റിൻ ചെയ്യുന്നത് മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് മിൽക്കും ആണ്. ഇനി TSH, അതായത് നമ്മുടെ തൈറോയിഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. ഇറ്റ് സ്റ്റിമുലേറ്റ് ദി സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ് ഫ്രം ദി തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും തൈറോയിഡ് ഹോർമോൺസിൻ്റെ സിന്തസിസും സെക്രീഷനുമാണ് ഇവരുടെ ഫങ്ഷൻ. നെക്സ്റ്റ് ACTH. ACTH സ്റ്റിമുലേറ്റ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ സ്റ്റിറോയിഡ് ഹോർമോൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ സിന്തസിസും സെക്രീഷനുമാണ് നമ്മുടെ അഡ്രിനോകോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺ അല്ലെങ്കിൽ ACTHൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് നമ്മുടെ LH ആൻഡ് FSH ആണ്. LHനെ FSHനെ നമ്മൾ ഒരുമിച്ചിട്ട് ഗൊണാഡോട്രോഫിൻസ് എന്ന് വിളിക്കും. കാരണം അവർ ഗൊണാഡൽ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഇനി മെയിൽസിലാണെങ്കിൽ അവരെന്താണ് ഫങ്ഷൻ നോക്കാം. മെയിൽസിൽ LH സ്റ്റിമുലേറ്റ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻ. മെയിൽസിൽ LH ഹോർമോൺ, അതായത് ല്യൂട്ടിനൈസിങ് ഹോർമോൺ ചെയ്യുന്നത് ആൻഡ്രോജൻ്റെ സിന്തസിസും സെക്രീഷനുമാണ്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി FSH ആണെങ്കിൽ FSHും ആൻഡ്രോജനും സ്പെർമാറ്റോജനസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നു. FSHും ആൻഡ്രോജനും സ്പെർമാറ്റോജനസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇനി ഫീമെയിൽസിലാണെങ്കിൽ LH ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. FSH ആണെങ്കിൽ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും അത് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. ഇനി അടുത്തതാണ് MSH. MSH നമ്മുടെ പിഗ്മെൻറ്റേഷനെ റെഗുലേറ്റീവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹോർമോൺ ഓക്സിറ്റോസിൻ. Oxytocin stimulates smooth muscle contraction like uterus contraction during childbirth and milk ejection from mammary gland. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് മസിൽ കൺട്രാക്ഷന്, സ്മൂത്ത് മസിൽ കൺട്രാക്ഷന് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ഹോർമോണാണ്. അപ്പോൾ ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് യൂട്രസ് കൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിറ്റോസിനാണ്. അതുപോലെ തന്നെ മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് ഇജക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതും ഓക്സിറ്റോസിനാണ്.
അടുത്ത ഹോർമോണാണ് നമ്മുടെ വാസോപ്രസിൻ. വാസോപ്രസിനെ നമ്മൾ ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH എന്നും വിളിക്കും. കാരണം ഇറ്റ് സ്റ്റിമുലേറ്റ് റിസോപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് പ്രിവെൻറ്റ് ഡൈയൂറസിസ്. അപ്പോൾ ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് യൂറിൻ പോകുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡൈയൂറസിസ് എന്ന് വിളിക്കുന്നത്. എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ യൂറിനായിട്ട് ലോസ് ആകുന്നത്. അപ്പം ഡൈയൂറസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. അതായത് വാട്ടർ റിസോപ്ഷൻ കൂട്ടുവാണ് നമ്മുടെ വാസോപ്രസിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പീനിയൽ ഗ്ലാൻഡും തൈറോയ്ഡ് ഗ്ലാൻഡുമാണ്. ആദ്യം നമുക്ക് പീനിയൽ ഗ്ലാൻഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ഡോർസൽ സൈഡ് ഓഫ് ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഡോർസൽ സൈഡിലാണ് നമുക്ക് പീനിയൽ ഗ്ലാൻഡ് കാണാൻ സാധിക്കുന്നത്. ഇനി പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഓക്കെ, പീനിയൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷനാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ 24 hour റിതം, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് പീനിയൽ ഗ്ലാൻഡ് അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ ഡയൂണ് റിതമൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് മെലാറ്റോണിനാണ്. നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിള്, ബോഡി ടെമ്പറേച്ചർ, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് മെലാറ്റോണിനാണ്. അതുകൊണ്ട് നമ്മൾ പീനിയൽ ഗ്ലാൻഡിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ വിളിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് നോക്കാം. തൈറോയ്ഡ് ഗ്ലാൻഡിന് 2 ലോബ്സ് ഉണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ട്രക്കിയയുടെ ഇരുവശത്തും ആയിട്ടാണ്. ഓക്കെ, ഇനി ഈ 2 ലോബിനെയും കണക്ട് ചെയ്യുന്നത് ഇസ്തുമസ് എന്ന് പറഞ്ഞൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇസ്തുമസ്, തൈറോയ്ഡ് ഗ്ലാൻഡ് നിർമ്മിച്ചിരിക്കുന്ന 2 ലോബ്സ് ആയിട്ടാണ്. ഈ 2 ലോബിനെയും കണക്ട് ചെയ്യുന്നത് ഇസ്തുമസ് ആണ്. ഇനി ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും ചേർന്നിട്ടാണ്. ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും. ഇനി ഓരോ ഫോളിക്കിളും കമ്പോസ് ചെയ്തിരിക്കുന്നത് ഫോളിക്കുലാർ സെൽസ് കൊണ്ടാണ്. ഓക്കെ, ഗ്ലാൻഡ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും കൊണ്ടാണ്. ഓരോ ഫോളിക്കിളും കമ്പോസ് ചെയ്തിരിക്കുന്നത് ഫോളിക്കുലാർ സെൽസ് കൊണ്ടാണ്. ഇനി ഈ ഫോളിക്കുലാർ സെൽസ് 2 ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുകയും സിന്തസിസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഒന്ന് ടെട്രാ അയഡോ തൈറോണിൻ ഓർ തൈറോക്സിൻ, T4 എന്ന് നമ്മൾ പറയും. രണ്ടാമത്തേത് ട്രൈ അയഡോ തൈറോണിൻ ഓർ T3. ഓക്കെ, ഈ 2 ഹോർമോണിനെ സിന്തസൈസ് ചെയ്യുന്നത് നമ്മുടെ ഫോളിക്കുലാർ സെൽസ് ആണ്. ഇനി തൈറോയ്ഡ് ഹോർമോണിൻ്റെ സിന്തസിസിന് നമുക്ക് അയഡിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അയഡിൻ ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡിന് അവരുടെ ഹോർമോൺ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയഡിൻ്റെ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണമാകും. എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺസ് ഇല്ല, ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയും. കൂടാതെ അത് ഗോയിറ്ററിനും കാരണമാകും. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻ്റ് ആണ് ഗോയിറ്റർ. ഓക്കെ, അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണമാകും. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തിട്ട് ഗോയിറ്റർ എന്ന് പറഞ്ഞ ഡിസീസും ഉണ്ടാകും. ഇനി അബ്നോർമലായിട്ട് തൈറോയ്ഡ് ഹോർമോൺ കൂടുവാണെങ്കിലോ അത് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാകും. ഓക്കെ, അപ്പോൾ അയഡിൻ ഇമ്പോർട്ടൻ്റ് ആണ് തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസിന്. അയഡിൻ ഡെഫിഷ്യൻസി വന്നെങ്കിൽ ഹോർമോൺ സിന്തസിസ് ശരിയായി നടക്കില്ല, അത് ഹോർമോൺ ലെവൽ കുറയുന്നതിന് കാരണമാകും. അതാണ് ഹൈപ്പോ തൈറോയിഡിസം. അബ്നോർമലായിട്ട് തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇനി ഫോളിക്കുലർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺ അല്ലാതെ വേറെ ഒരു ഹോർമോൺ കൂടി തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് തൈറോ കാൽസിട്ടോണിൻ ഓർ TCT. ഓക്കെ, ഈ TCT ബ്ലഡിലെ കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുവാണ് അവരുടെ ഫങ്ഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. നമുക്ക് 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് ഉണ്ട്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പുറകിലായിട്ടാണ്. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡിന് നിർമ്മിച്ചിരിക്കുന്ന 2 ലോബ് കൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ ലോബിൻ്റെയും പുറകിൽ 2 എണ്ണം വെച്ചിട്ട് കാണാൻ സാധിക്കും. ഇറ്റ് സെക്രീറ്റ് എ പെപ്റ്റൈഡ് ഹോർമോൺ കോൾഡ് പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ ഓർ PTH. ഓക്കെ, PTH ഒരു ഹൈപ്പർ കാൽസീമിക് ഹോർമോണാണ്. PTH ഒരു ഹൈപ്പർ
കാൽസ്യമിക് ഹോർമോണാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? അത് ബ്ലഡിലെ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ലോബുലാർ സ്ട്രക്ചർ ലൊക്കേറ്റഡ് ഓൺ ഡോർസൽ സൈഡ് ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ ഡോർസൽ സൈഡിലായിട്ട് കാണപ്പെടുന്ന ഒരു ലോബുലാർ സ്ട്രക്ചറാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈമസ് സെക്രീറ്റ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോണാണ് തൈമോസിൻസ്. ഓക്കെ, തൈമസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനാണ് തൈമോസിൻസ്. തൈമോസിൻ അവർക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ മേജർ റോള് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. വൺ പെയർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്സ്, വൺ അറ്റ് ദി ആൻറ്റീരിയർ പാർട്ട് ഓഫ് ഈച്ച് കിഡ്നി. നമുക്ക് ഒരു പെയർ അല്ലെങ്കിൽ 2 അഡ്രിനൽ ഗ്ലാൻഡ്സ് ആണുള്ളത്. ഓരോ ഗ്ലാൻഡും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കിഡ്നിയുടെ ആൻറ്റീരിയർ പാർട്ടിലാണ്. ഓരോ കിഡ്നിയുടെ ആൻറ്റീരിയർ പാർട്ടിൽ ഓരോ അഡ്രിനൽ ഗ്ലാൻഡ് കാണാൻ സാധിക്കും. ഇനി അഡ്രിനൽ ഗ്ലാൻഡ് കമ്പോസ് ചെയ്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് ടിഷ്യൂ കൊണ്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്രിനൽ മെഡുല്ല ആൻഡ് സെക്കൻഡ് വണ്ണ് അഡ്രിനൽ കോർട്ടക്സ്. ഓക്കെ, അഡ്രിനൽ മെഡുല്ല അതുപോലെ തന്നെ അഡ്രിനൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് ടിഷ്യൂ കൊണ്ടാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അഡ്രിനൽ മെഡുല്ല എന്ന് പറഞ്ഞാൽ അത് സെൻട്രലിലുള്ള ടിഷ്യൂ ആണ് അഡ്രിനൽ മെഡുല്ല. അഡ്രിനൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡുള്ള ടിഷ്യൂ ആണ്. ഓക്കെ, ഇനി അഡ്രിനൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഓക്കെ, അഡ്രിനൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അഡ്രിനാലിന് നമ്മൾ വേറൊരു പേരിലും വിളിക്കും, അതാണ് എപ്പിനെഫ്രിൻ. നോർ അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് നോർ എപ്പിനെഫ്രിൻ. ഓക്കെ, ഇനി ഇവർ 2 പേരെ നമ്മൾ ഒരുമിച്ചിട്ട് കാറ്റോകൊളാമീൻസ് അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നൊക്കെ വിളിക്കും. കാരണം എന്തെങ്കിലും സ്ട്രെസ് ഉള്ള സമയത്താണ് ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവരെ എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലാണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നും ഇവർ 2 പേരും ഒരുമിച്ച് കാറ്റോകൊളാമിൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്രിനൽ കോർട്ടക്സ് ആണ്. അഡ്രിനൽ കോർട്ടക്സ് നമ്മൾ പറഞ്ഞിരുന്നു, അഡ്രിനൽ ഗ്ലാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് 2 ടൈപ്പ് ടിഷ്യൂ കൊണ്ടാണ്, അഡ്രിനൽ മെഡുല്ല, അഡ്രിനൽ കോർട്ടക്സ് എന്ന്. അഡ്രിനൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡുള്ള ടിഷ്യൂ ആണ് കേട്ടോ. ഇനി അഡ്രിനൽ കോർട്ടക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ നമ്മൾ കോർട്ടിക്കോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അഡ്രിനൽ കോർട്ടക്സ് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിക്കോയിഡ്സ്. അതിന് എക്സാമ്പിളാണ്, അതൊരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ്. അതിന് ഓരോ ടൈപ്പ് ഉണ്ട്. അതാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്നൊക്കെ ഓരോരോ ഗ്രൂപ്പ് കോർട്ടിക്കോയിഡ്സ് ഉണ്ട്. ഇനി ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിന് എക്സാമ്പിളാണ് നമ്മുടെ കോർട്ടിസോള്. അതുപോലെ മിനറലോ കോർട്ടിക്കോയിഡ്സിൽ വരുന്ന ഒരു ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. ഓക്കെ, ഹോർമോൺസ് ആർ കോൾഡ് കോർട്ടിക്കോയിഡ്സ്. എക്സാമ്പിൾ കോർട്ടിസോളും അൽഡോസ്റ്റിറോണും. കോർട്ടിസോള് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് വരുന്നത്. അൽഡോസ്റ്റിറോണ് മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ്. ഇനി അഡ്രിനൽ കോർട്ടക്സിന് നമ്മൾ 3 ലെയേഴ്സായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സോണ റെട്ടിക്കുലാരിസ്, മിഡിലുള്ള അത് സോണ റെട്ടിക്കുലാരിസ് ഇന്നർ ലെയറാണ്. അടുത്തത് സോണ ഫസിക്കുലേറ്റ, അത് മിഡിൽ ലെയറാണ്. സോണ ഗ്ലോമറുലോസ, അത് ഔട്ടർ ലെയറാണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്ലാൻഡാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഒരു കോമ്പോസിറ്റ് ഗ്ലാൻഡാണ്. എന്താണ് കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ? അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡുമാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്. അതിന് 2 ടൈപ്പ് ഗ്ലാൻഡുമായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി എൻഡോക്രൈൻ പാൻക്രിയാസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സെൽസാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഓക്കെ, എൻഡോക്രൈൻ പാൻക്രിയാസ് കൺസിസ്റ്റ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് ഓഫ് സെൽസ് കാണാം. അതാണ് ആൽഫ സെൽ ആൻഡ് ബീറ്റ സെൽ. ആൽഫ സെൽ ആൻഡ് ബീറ്റ സെല്ല് കാണപ്പെടുന്നത് നമ്മുടെ
എൻഡോക്രൈൻ പാൻക്രിയാസിൻ്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലാണ്. ഓക്കെ, ആൽഫ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ ആൻഡ് ബീറ്റ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇനി നമുക്ക് ഈ രണ്ട് ഹോർമോണിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവേ. ഫസ്റ്റ് വൺ ഗ്ലൂക്കഗോൺ ആൻഡ് സെക്കൻഡ് വൺ ഇൻസുലിൻ. ഗ്ലൂക്കഗോണും ഇൻസുലിനും രണ്ടും പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ്. ഇനി ഗ്ലൂക്കഗോൺ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജീനോലൈസിസ് ആൻഡ് ഗ്ലൂക്കോനിയോജനസിസ് റിസൾട്ടിങ് ഇൻ ആൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ. അപ്പോൾ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? അവർ ഗ്ലൈക്കോജീനോലൈസിസും ഗ്ലൂക്കോനിയോജനസിസ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് ഹൈപ്പർ ഗ്ലൈസീമിയയിലേക്ക് നയിക്കും. അതായത് ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യുന്ന, അബ്നോർമലായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ഷുഗർ ലെവൽ കൂട്ടുന്നത്? അവർ ഗ്ലൈക്കോജീനോലൈസിസിനെ ഗ്ലൂക്കോനിയോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡിൽ ഷുഗർ ലെവൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും. ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ അബ്നോർമലായിട്ട് ഷുഗർ ലെവൽ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഗ്ലൂക്കഗോണിനെ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻസുലിൻ നോക്കാം. ഇൻസുലിനും ഒരു പെപ്റ്റൈഡ് ഹോർമോൺ തന്നെയാണ്. ഇനി ഇൻസുലിൻ ആക്ട് ഓൺ ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ്, എൻഹാൻസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ഇൻസുലിൻ ഹെപ്പാറ്റോസൈറ്റ്സിലും അതുപോലെ തന്നെ അഡിപ്പോസൈറ്റ്സിലൊക്കെ ആക്ട് ചെയ്തിട്ട് സെല്ലിൻ്റെ ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂട്ടും. ഇപ്പോൾ സെല്ല് കൂടുതൽ ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്യും. അതുവഴി ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ താഴുന്നു. ഓക്കെ, ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡിക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ താഴുന്നു. ആ കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഇൻസുലിൻ ഓൾസോ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനസിസ്. അത് ഗ്ലൈക്കോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൈക്കോജൻ സിന്തസിസ്. അപ്പോഴും എന്താണ്? ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ താഴുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ പ്രൊലോങ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് ഡയബറ്റിസിലേക്ക് നയിക്കും. പ്രൊലോങ്ഡ് ഹൈപ്പർ ഗ്ലൈസീമിയാണ് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നത്. അപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ട് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടിയാൽ എന്ത് സംഭവിക്കും? അത് ഡയബറ്റിസിന് കാരണമാകും. പ്രൊലോങ്ഡ് ഹൈപ്പർ ഗ്ലൈസീമിയ ലീഡ്സ് ടു ഡയബറ്റിസ് മെലിറ്റസ്. ഇത്രയാണ് ഗ്ലൂക്കഗോണിനെ ഇൻസുലിനെയും പറ്റി ഓർക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടെസ്റ്റിസ് ആൻഡ് ഓവറിയാണ്. ടെസ്റ്റിസ് എ സെക്സ് ഓർഗൺ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം അതൊരു സെക്സ് ഓർഗണുമാണ്, അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്. കമ്പോസ്ഡ് ഓഫ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ആൻഡ് സ്ട്രോമൽ ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ ടിഷ്യൂസ്. അപ്പോൾ ടെസ്റ്റിസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസും അതുപോലെ തന്നെ ഇൻറ്റർസ്റ്റീഷ്യൽ ടിഷ്യൂസും ചേർന്നിട്ടാണ്. ഇൻറ്റർസ്റ്റീഷ്യൽ ടിഷ്യൂസിൻ്റെ വേറെ പേരാണ് സ്ട്രോമൽ ടിഷ്യൂസ്. ഓക്കെ, ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ലീഡിക് സെൽസ് എന്ന് വിളിക്കുവേ. അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രോജൻസ്. ഓക്കെ, ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ, അതൊരു ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, ഇനി ഓവറി നോക്കാം. ഓവറി പ്രൊഡ്യൂസസ് 2 ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺ. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഗ്രൂപ്പ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഓക്കെ, ഈസ്ട്രോജൻ ഈസ് സിന്തസൈസ്ഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ ഒവേറിയൻ ഫോളിക്കിൾസ്. ഒവേറിയൻ ഫോളിക്കിൾസ് ആണ് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ സിന്തസൈസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ല്യൂട്ടിയം ആണ്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് മാത്രമല്ല ഹാർട്ട്, കിഡ്നി,
നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് തുടങ്ങിയ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കുന്നത് ഹോർമോൺസ് ഓഫ് ഹാർട്ടാണ്. ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ ഓർ ANF. ഓക്കെ, അപ്പോൾ ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ANF. ANF സെക്രീറ്റ് ചെയ്യുന്നത് ഹാർട്ടിൻ്റെ ഏട്രിയൽ വോളാണ്. ഓക്കെ, ഇനി ANFൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന ഹോർമോണാണ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. അതൊരു പെപ്റ്റൈഡ് ഹോർമോണാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ നോക്കാം. കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എറിത്രോപോയറ്റിൻ. ഓക്കെ, എറിത്രോപോയറ്റിനും ഒരു ഹോർമോണാണ്. എറിത്രോപോയറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയുടെ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ആണ്. ഓക്കെ, ഇനി എറിത്രോപോയറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അത് എറിത്രോപോയസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. എറിത്രോപോയസിസ് എന്ന് പറയുന്നത് ബ്ലഡിലെ RBCയുടെ ഫോർമേഷനാണ് എറിത്രോപോയസിസ്. അപ്പോൾ എറിത്രോപോയസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ഹോർമോണാണ് എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയുടെ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ആണ്. ഓക്കെ, ഇനി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. എൻഡോക്രൈൻ സെൽസ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് സെക്രീറ്റ് 4 മേജർ പെപ്റ്റൈഡ് ഹോർമോൺ. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ എൻഡോക്രൈൻ സെൽസ് 4 പെപ്റ്റൈഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിൻ, സെക്കൻഡ് വൺ സെക്രീറ്റിൻ, തേർഡ് കൊളസിസ്റ്റോകൈനിൻ ഓർ CCK, ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ഓർ GIP. ഈ 4 എണ്ണമാണ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ എൻഡോക്രൈൻ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഇതല്ലാതെ അവരുടെ നോൺ എൻഡോക്രൈൻ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ എൻഡോക്രൈൻ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് 4 ഹോർമോണും നോൺ എൻഡോക്രൈൻ ടിഷ്യൂ 1 ഹോർമോണും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ നോൺ എൻഡോക്രൈൻ ടിഷ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്